അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് ബാൽക്കണിയിൽ. പക്ഷേ എന്താ ഇവിടെ വന്ന് വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ ഇന്ന് ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്നല്ല, 12 മണി കഴിഞ്ഞ നാളെ. ഇന്ന് 8-ാം തീയതിയാണ്, നാളെ 9-ാം തീയതി ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു സർപ്രൈസ് ഇതിനെ കൊണ്ട് പറ്റണ പോലെ ഞാനൊരു സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പുറത്ത് പോയി അങ്ങനെ ഗിഫ്റ്റോ അങ്ങനെയൊന്നും മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അതിൽ കുറച്ച് ഭാഗം ഞാൻ ക്യാമറ ഓഫായി പോയി. അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കുക. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ, സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, നമുക്കതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഏട്ടനെ പോയിട്ട് സർപ്രൈസ് ചെയ്യാം 12 മണി ആകുമ്പോഴത്തേക്കിനും. സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏട്ടനൊരു ഫ്രൂട്ട് കേക്കാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രൂട്ട് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ജെല്ലി ടൈപ്പ് അല്ല, വാട്ടർമെലൺ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് ഫ്രൂട്ട്സ് മാത്രം വെച്ചിട്ടുള്ളൊരു കേക്ക്. കാരണം ചേട്ടന് കുറച്ച് ദിവസമായിട്ട് നല്ല ജലദോഷം ഇതൊക്കെ ഉണ്ട്. ഞാനും പിന്നെ നമ്മൾ അങ്ങനെ ഷുഗറും കാര്യങ്ങളൊന്നും അധികം കഴിക്കാൻ പറ്റുന്ന ടൈമല്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, നമ്മളിങ്ങനൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യണത്. പിന്നെ ഞാൻ കുറേ കേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നോക്കി, പക്ഷെ നമുക്ക് ഡെലിവറീൻ്റെ ഇഷ്യൂസും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏട്ടനറിയും. ഇപ്പോൾ മീൻസ് ഞാൻ പുറത്ത് പോകാത്തതുകൊണ്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏട്ടനറിയും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇത് എന്ത് ചെയ്യണത്, നമ്മൾ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ചെയ്യാം, ഇങ്ങനെ ഒരു സംഭവം ചെയ്യാമെന്ന് എൻ്റെ മൈൻഡിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് വേഗം, സമയം അധികമല്ല, നമുക്ക് പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യാം, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം പെട്ടെന്ന്. അപ്പോൾ നമുക്ക് വേഗം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത് ഞാൻ കട്ട് ചെയ്തിരുന്ന വീഡിയോ ഇതിൽ ആഡ് ചെയ്യാണ്. നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ ഫാൻ്റെ സൗണ്ട് കാരണം ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. സോ അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. നമ്മൾ അധികം ഫ്രൂട്ട്സ് ഒന്നും എടുത്തിട്ടില്ല, നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടാണ് ചെയ്തത്. 2 പീസ് വത്തക്ക എടുത്തു. എന്നിട്ട് അതിൽ നമ്മൾ അളവനുസരിച്ച് മുറിച്ചെടുക്കുക. ഇത് നമ്മളെല്ലാ സാധനങ്ങളും റൂമിൽ കൊടന്ന് വെച്ചിട്ട് കവർ, വേസ്റ്റുള്ള കവറൊക്കെ കൊടന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തായിരുന്നത്. ഒന്ന് അതിനെക്കാട്ടിലും ചെറിയ സൈസാക്കി കട്ട് ചെയ്യുക. മറ്റത് നോർമൽ ഇതായിട്ട് നല്ല മധുരമുള്ള വത്തക്കയായിരുന്നു. പിന്നെ നമ്മളെടുത്തത് ഒരു ചെറിയ കഷ്ണം ആപ്പിൾ, പിന്നെ ചെറിയ കഷ്ണം ഓറഞ്ച്, പിന്നെ കുറച്ച് മുന്തിരി എടുത്തത്, പിന്നെ സ്ട്രോബെറി ഫ്രീസറിലുണ്ടായിരുന്നത് അതും എടുത്തു. ഞാനിത് ഇവിടെ ഇങ്ങനെ വെച്ച് ചെയ്യണം എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് കറക്റ്റ് അളവ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം, മീൻസ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ മാത്രം കട്ട് ചെയ്താൽ മതിയിൽ വെച്ചിട്ടാണ്. കാരണം അല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആയി പോകില്ലേ. ഞാൻ കുറേ ഫ്രൂട്ട്സ് മുറിച്ച് വെച്ചിട്ടും കാര്യമില്ലല്ലോ. എന്താ ഞാനിപ്പോൾ എടുത്ത് ഈ ഒരു ചെറിയ പീസ് ആപ്പിൾ മാത്രമേ നമുക്ക് ആവശ്യം വന്നിട്ടുള്ളൂ. ഇനി യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഓരോ ഡിസൈൻ നോക്കി ചെയ്തതാണ്. ഞാൻ ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാനത് പഞ്ചസാര വെള്ളത്തിലിട്ട് വെക്കുക ചെയ്ത്, കാരണം കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. അതൊരു വേറെ ഒരു ഡിസൈനായിട്ട് വന്ന്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ഭാഗങ്ങളില്ല, കാരണം എന്ന് വെച്ചാൽ അപ്പോഴത്തേനും ക്യാമറ ഓഫായി പോയായിരുന്നു, ഞാൻ റെസ്റ്റ് എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം ഉണ്ടാവില്ല. എന്തായാലും ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഓറഞ്ചൊക്കെ എടുത്ത് നോക്കി. ഓറഞ്ച് ഭയങ്കര പുളിയായിരുന്നു കേട്ടോ. പിന്നെ അത് വെച്ചിട്ട് ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് പിന്നെ മുന്തിരിയൊക്കെ എടുത്ത് ഡെക്കറേറ്റ് ചെയ്ത്, അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ഭാഗങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നായിരുന്നത്. നമ്മളിങ്ങനെ അളവ് വെച്ചിട്ട് നോക്കി ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഡെക്കറേറ്റ് ചെയ്യണ്ടേ. കാരണം 12 മണിന് മുന്നേ ഇപ്പോൾ കുറേ ടൈമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ആകുമ്പോൾ ആവശ്യമുള്ള കട്ട് ചെയ്തിട്ട് ബോക്സിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ ജസ്റ്റ് ഒരു റഫ് ഡിസൈന്. അപ്പോൾ ഇനി അതിൽ കുറച്ച് സാധനം കൂടി വെക്കാനുണ്ട്, അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഇനി പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട്, കാരണം ഏട്ടൻ എത്താറായി. അപ്പോൾ ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ കാണാം. ഞാൻ ഏകദേശം ഇപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ ഈ ആപ്പിളിൻ്റെത് മാത്രം വന്നില്ല. ആപ്പിളിൻ്റെ അത് കുറച്ചൊന്നും ഇട്ട് എന്തായി, എന്തോ ഒരു അപാകത ഉണ്ട് ആപ്പിളിൻ്റെ അതിന്. പക്ഷെ ഞാൻ ചെയ്ത പൊട്ടത്തരം എന്താ വെച്ചാൽ, ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ട്രോബെറി വെക്കാമെന്ന് വിചാരിച്ചിരുന്നു. നമ്മളിവിടെ സ്ട്രോബെറി നല്ലത് അങ്ങനെ എപ്പോഴും കിട്ടലില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്ട്രോബെറി മേടിച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കലാണ്. ക്ലീൻ ചെയ്തിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ജ്യൂസ് അടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാമല്ലോ വിചാരിച്ചിട്ട്. ഇത് കണ്ടോ സൗണ്ട് കേട്ടോ, പൈസയാണ് കഴിച്ചത്. എന്തായാലും കുഴപ്പമില്ല, നമുക്കധികം ടൈമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഏകദേശം 11:45. അപ്പോൾ നമുക്ക് വേഗം ഇത് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് പോവാം, അതായിരിക്കും ബെറ്റർ എന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ്, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ അങ്ങനെയാണ് ഉദ്ദേശിക്കണേ വെക്കാൻ. ഈ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഇതിവിടെ ഓൾറെഡി നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന സാധനമാണ്. നമ്മൾ കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ചതിലിട്ടായിരുന്നതാണ്. ഇതിങ്ങനെ ബാക്കിൽ ഇങ്ങനെ വെക്കാം. ഇതാണ് നമ്മുടെ കേക്ക്.
വലിയ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച അത്ര ഭംഗിയൊന്നും വന്നില്ലെങ്കിലും നമുക്കുള്ള സംഭവങ്ങൾ കൊണ്ട് നമ്മളെന്തായാലും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇത് അവിടെ നിന്ന് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം ഏട്ടനെ ഉണർത്താൻ മെല്ലെ. ഓക്കെ, ഇതാട്ടോ നമ്മുടെ ബർത്ത്ഡേ കേക്ക്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇത്. ഈ ഹാപ്പി ബർത്ത്ഡേ ഒന്നൊന്ന് ലിഫ്റ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് കാണില്ല. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം സെറ്റായില്ലേ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഇതിൻ്റെ ഈ ഫ്രോസൺ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പോവായിരിക്കും. നമ്മളെന്തായാലും അവിടെ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യട്ടെ. ഓക്കെ, ഞാനത് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഏട്ടനെ ഇനി ഉണർത്താം. കാരണം നമുക്ക് ആ സാധനം കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് നമുക്കൊരു കൈ കൊണ്ട് പിടിച്ച് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. സോ നമ്മൾ അതിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏട്ടനെ ഉണർത്തിയിട്ട് സർപ്രൈസ് കൊടുക്കാം. അപ്പോൾ ഏകദേശം ടൈം ഓക്കെ, ഏകദേശം 2 മിനിറ്റും കൂടി ഉള്ളപ്പോൾ ഞാൻ പോയിട്ടൊന്ന് ഉണർത്തിട്ട് കേട്ടോ ഗൈസ്. നമ്മൾ വെള്ളം പോയി ഉണർത്തിയിട്ട് വരാം ഏട്ടനെ. Happy birthday to you. Happy birthday to you. Happy birthday to you, dear കുഞ്ഞുശേ. ഇല്ല പൊന്നാ, ഇല്ല ഉറങ്ങിയിട്ടില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഷർപ്പേഷ് ഉണ്ടിൻ്റെ ശുദ്ധിച്ച് കണ്ണ് ഞാൻ ആദ്യം ഇതിന് തുണി ഉടുപ്പിച്ചിട്ട് വരാം ഗായ്സ്. ട്രൗസർ മാത്രം ഇട്ടിട്ടുള്ള ഒരാൾ. അപ്പോൾ ബനി ഇട്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം. അതിൻ്റെ മുന്നേ ഞാൻ സർപ്രൈസ് കാണിച്ചു തരട്ടെ. കണ്ണടച്ചിട്ട് കയ്യിൽ ഈ ക്യാമറ മേടിക്കണം, എന്നാലേ ഞാൻ കാണിച്ചു തരുള്ളൂ. ഓക്കെ. അയ്യോ, AC ഓഫാക്കാത്തതുകൊണ്ട് സൗണ്ട്. കണ്ണടച്ചിട്ട് കയ്യിൽ ക്യാമറ പിടിച്ചോ, അങ്ങനെ തന്നെ പിടിച്ചോ. ഓക്കെ, അങ്ങനെ പിടിക്കണേ, മാറ്റല്. 2 സെക്കൻഡ്. ഞാൻ വയ്യാത്തോടത്തൊന്ന് വലിക്കണ്ട കേട്ടാ. ഇത് നോക്കി എങ്ങനെയുണ്ട് സംഭവം? എന്താ മനസ്സിലായ കുട്ടിക്ക്? അടുത്തേക്ക് കണ്ടട്ടെ, കണ്ണ് വീഴില്ല ഒരാൾക്ക്. ഇഷ്ടപ്പെട്ടോ എൻ്റെ കുട്ടിക്ക്? ഹാപ്പി ബർത്ത്ഡേ. അതൊക്കെ ഞാൻ ഉണ്ടാച്ചേ എന്നോടോ ദാസ. അയ്യോ, ഒരു മിനിറ്റ് താഴേക്കുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ കേക്ക്? കേക്കാണ് കേട്ടോ, ഫ്രൂട്ട് സലാഡല്ല, കേക്കാണ്. ഞാൻ ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സ് കട്ടി വെച്ച്. ഇത് വേറെ ഒന്നല്ല, ഞാൻ ഐസ് പുറത്ത് വെക്കാൻ മറന്നുപോയി. എന്നാൽ നമുക്ക് ബനിയനൊക്കെ ഇട്ടിട്ട് ഒന്ന് മുഖം കഴുകിയിട്ട് വരാം അല്ലേ? ഓക്കെ ഗൈസ്, ബർത്ത്ഡേ ബോയ് ഇതാ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് സർപ്രൈസ് ആയിപ്പോയി. അത് കുഴപ്പമില്ല, എൻ്റെ കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ. നമുക്ക് കേക്ക് മുറിക്കാം. ലൈറ്റ് വെച്ച്, പക്ഷേ ലൈറ്റിന് എന്തോ ഒരു അപാകത ഉണ്ട് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ കുഞ്ഞ്. ആദ്യം എൻ്റെ കുട്ടിക്ക്, ആദ്യം എൻ്റെ കുട്ടിക്ക്. ഇവിടെ ആരാ പിറന്നാൾ കുട്ടി? ആക്കാം. ഇത് ബാക്ക് ക്യാമറ എങ്ങനെ ഗൈസ്? അപ്പം അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചിരിക്കുന്നു. പക്ഷെ അത് സർപ്രൈസ് ആയി പോയിട്ടാ. ഇതാകുമ്പോൾ ഏട്ടന് ചുമയ്ക്കും കുഴപ്പമില്ല, ഹെൽത്തിനും നല്ലതാണ്. ഏട്ടനും
മുറിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഗൈസ്, നിന്റെ ശുണ്ടേരിൻ്റെ പിറന്നാളാണ്, ഐ മീൻ എൻ്റെ കിറ്റുവിൻ്റെ പിറന്നാളാണ്. നമ്മൾ അത് പറ്റണ പോലെ, കാരണം എനിക്ക് പുറത്തു പോയി മേടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. വലിയൊരു സമ്മാനമല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. ഞാൻ കുറേ റിസർച്ച് ചെയ്തതാണ്. പിന്നെ ഈ ഒരു പിറന്നാളിന് ഒരു വലിയൊരു പ്രത്യേകത കൂടി ഉണ്ട്. അതെ, നമ്മൾ കുറേ ആയിട്ടൊരു കാര്യം പറയാണ്ടെന്ന് പറയുന്നില്ലേ ഗായ്സ്. അത് ഇതിൽ ഞാൻ മറ്റേ വീഡിയോ കട്ട് ചെയ്ത് ആഡ് ചെയ്തപ്പോൾ കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമ്മളൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു, അപ്പം അതിൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം നമ്മുടെ അടുത്ത ഞങ്ങൾ രണ്ടാളുടെയും പിറന്നാളിന് ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ടാവും. അതെ, ഞങ്ങളുടെ ഇടയ്ക്ക് ഒരാളും കൂടി ഉണ്ട് ഗായ്സ്. ഇപ്പം ഒരാളുണ്ട് ഇവിടെ നമ്മുടെ കൂടെ വരെയുള്ള ഇതാക്കണ്ടോ. ഇവിടെ എനിക്കുണ്ട് അതേപോലെ, പക്ഷെ ഇത് കുട്ടിയില്ല. ഇത് ഫുഡ് കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ നമ്മളുടെ കൂടെ ഒരു കുഞ്ഞ് ആളും കൂടിയും വരുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ്ങിൻ്റെ മുമ്പായിട്ട്, ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ എന്ത് പറ്റി ചുമറൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് വീക്കിൽ നമ്മളുടെ കൂടെ ആളുണ്ടാവും. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള ടൈം കൂടെ ഇപ്പം ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കണേ. ഇത് കാരണം കൊണ്ടാണ് നമ്മൾ കുറേ വീഡിയോസ് എടുക്കാൻ പറ്റാണ്ടതും ഒക്കെ ഉണ്ടായത്. കാരണം നമുക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ സമയത്ത്, ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ ഇനിയും അപ്പം നമുക്കിനി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്യാം. അപ്പം എന്തായാലും എൻ്റെ കുട്ടിയുടെ പിറന്നാളാണ്, പാവം പുലർച്ചെ നീക്കേണ്ടതുകൊണ്ട് അധികം ടൈം എടുക്കണില്ല. എന്തായാലും ഹാപ്പി അല്ലേ? ഹാപ്പി അത് മതി, നമുക്ക് ഹാപ്പി ആയാൽ മതി അല്ലേ? അപ്പോൾ ഞങ്ങൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.